الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സൃഷ്ടാവും പ്രപഞ്ച നാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ബലിപെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഖുതുബയിൽ നാം വിശദീകരിച്ചു കൊണ്ടിരുന്ന സൂറത്തുൽ ഫാത്തിഹ തൽക്കാലം നിർത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതുവരെയാണ് ഖുതുബയിലൂടെ വിശദീകരിക്കപ്പെട്ടത്. നമുക്കറിയാം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ഒരു സത്യവിശ്വാസി റബ്ബിനോട് നടത്തുന്ന ഏറ്റവും മുഖ്യമായ തേട്ടം അതാണ് എന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കി. ആശയം പൂർണ്ണമാണ്. നേരായ, വക്രതയില്ലാത്ത, കയറ്റിറക്കമില്ലാത്ത നേർവഴിയെ സംബന്ധിച്ചാണ്. അത് പൂർണ്ണമാണ് ആശയം. പക്ഷേ ഫാത്തിഹ അവസാനിച്ചില്ല. അള്ളാഹു ആ വഴിയെ വീണ്ടും വീണ്ടും വിശദീകരിക്കുകയാണ്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ഈ സിറാത്തുൽ മുസ്തഖീം നാം തേടിയത് ഒരു സങ്കല്പ മാർഗമല്ല, ഊഹത്തിൻ്റെ മാർഗമല്ല. റബ്ബേ, നീ അനുഗ്രഹിച്ച ദാസന്മാരുടെ മാർഗം ഏതാണോ, നിന്റെ അനുഗ്രഹത്തിന് പാത്രമായ ആളുകൾ ആരാണോ, ആ മാർഗമാണ് റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. അനുഗ്രഹിച്ചവരാരാണെന്ന്. അനുഗ്രഹിച്ചവരുടെ മാർഗം നാം തേടുമ്പോൾ, റബ്ബിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായവരുടെ മാർഗം നാം തേടുമ്പോൾ, ആരാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായത്? അത് ഖുർആൻ പറയുന്നുണ്ട്. വല ഹദൈനാഹും സിറാത്തൻ മുസ്തഖീമ. അവരെ നാം നേരായ വഴിയിലേക്ക് നയിച്ചു. എന്നിട്ട് അള്ളാഹ് പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂൽ. ആര് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുവോ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം. അവരായിരിക്കും അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരോടൊപ്പമാവുക. മിനൻ നബിയ്യീൻ,
അമ്പിയാക്കൾ, വസ്സുദ്ദീഖീൻ, അമ്പിയാക്കളെ സത്യപ്പെടുത്തിക്കൊണ്ട് കൂടെ നിന്നവർ, വശുഹദാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ചവർ, വസ്വാലിഹീൻ, സജ്ജനങ്ങൾ. അള്ളാഹു പറയാണ് വഹസുന ഉലൈക റഫീഖ, എത്ര നല്ല ചങ്ങാതിമാരാണവർ. പ്രിയ സഹോദരങ്ങളെ, ആരാണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നുവെങ്കിൽ നാളെ സ്വർഗത്തിൽ അവരുടെ കൂട്ടുകാരായി, അയൽവാസികളായി, ചങ്ങാതിമാരായി വരുന്നത് അമ്പിയാക്കളാണ്, സുദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. ഇത് പൈതൃകം കൊണ്ട് കിട്ടില്ല എന്ന് തന്നെയാണ് ഈ ആയത്തിൽ പറഞ്ഞത്. കൈതൊടർച്ച കൊണ്ടും കിട്ടില്ല, പാരമ്പര്യം കൊണ്ടും കിട്ടില്ല. ഒരു നിബന്ധന വെച്ചിരുന്നു, വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരാണ് അല്ലാഹുവിനെ അനുസരിക്കുന്നത്, അതാണ് വിഷയം. ആരാണ് റസൂലിനെ അനുസരിക്കുന്നത്, അവർ അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. അള്ളാഹു നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കളോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂട്ടിച്ചേർക്കുമാറാകട്ടെ. അപ്പോ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് റബ്ബിനോട് നാം ചോദിക്കുമ്പോൾ ആ പ്രാർത്ഥനക്കനുസരിച്ച ഒരു പ്രവൃത്തിയും നമ്മിൽ നിന്നുണ്ടാകണമല്ലോ സഹോദരങ്ങളെ. ആരാണത് അനുഗ്രഹം കിട്ടിയത്? അവരുടെ വിശ്വാസം എന്തായിരുന്നു? അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു? അവരുടെ ആരാധനകൾ എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടാൻ കാരണമായത് എന്ന് മനസ്സിലാക്കേണ്ട ബാധ്യതയും ആ മാർഗം പിൻപറ്റേണ്ട. വെറും ചോദ്യം കൊണ്ട് അവസാനിപ്പിച്ചാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തി വേണമല്ലോ, പ്രാർത്ഥന വേണം. അതനുസരിച്ച് നമ്മൾ ശ്രമങ്ങൾ നടത്തണം. ഈ പ്രാർത്ഥന മാത്രം സജ്ജനങ്ങളെ കുറിച്ച് പഠിക്കുകയോ അതുപോലെ ആ അനുസരിച്ച് അമല് ചെയ്യുകയോ ചെയ്യാതെ വെറും വാക്കിൽ മാത്രമായാൽ ഈ പ്രാർത്ഥന വെറുതെയായി തീരുമെന്ന് നമുക്കറിയാം. അല്ലാഹു അള്ളാഹ് തൃപ്തിപ്പെട്ട അനുഗ്രഹം കിട്ടിയവരെ പറ്റി വീണ്ടും വിശദീകരിക്കുന്നു. സൂറത്ത് തൗബയുടെ 100-ാമത്തെ വചനം. നിങ്ങൾ ആദ്യം കേട്ട വചനം സൂറത്ത് നിസായിലെ 69-ാമത്തെ വചനമാണ്. ആരെയാണ് അള്ളാഹ് അനുഗ്രഹിച്ചത്? അമ്പിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. അത് സൂറത്ത് നിസായിലെ 69-ാമത്തെ വചനമാണ്. ഇനി സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനം والسابقون الأولون من المهاجرين والأنصار. ഇസ്ലാം ദീനിൽ മുൻകടന്ന ആളുകൾ, ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നവർ, മിനൽ മുഹാജിരീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയവർ, വൽ അൻസാർ, അവരെ മദീനയിൽ സഹായിച്ച അൻസാരികൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അല്ലാഹു നമുക്കൊരു ചാൻസ് തന്നു. കാരണം ഇനി നമുക്ക് ഹിജറ പോകാൻ പറ്റില്ല, ആ പദവി നമുക്ക് നേടാൻ പറ്റില്ല. എത്ര ഭക്തനായാലും എത്ര ഈമാനുണ്ടായാലും നബിയോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയവരുടെ ദറജയിലെത്താൻ ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും കഴിയില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹാജിറുകളെയും സഹായിച്ച, അവർക്ക് താമസമൊരുക്കിയ, അവർക്ക് ജീവിത മാർഗങ്ങൾ ഒരുക്കി കൊടുത്ത മദീനയിലെ അൻസാരികൾ ആ പദവിയിലേക്കെത്താൻ ഇനി ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും സാധ്യമല്ല. പക്ഷേ ഒരു ചാൻസ് അല്ലാഹു തന്നു. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിന്തുടർന്നവർ. അത് ഖിയാമത്ത് നാൾ വരെ നീണ്ടുനിൽക്കും. അവരെ പിന്തുടർന്നവർ, മുഹാജിറുകളെയും അൻസാരികളെയും പിന്തുടർന്നവർ, അവർ റളിയല്ലാഹു അൻഹും, അതാണ് അവർക്കുള്ള സർട്ടിഫിക്കറ്റ്. അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വേറെ ആളിനി പറയണ്ട, ഊഹം വേണ്ട.
നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തൊട്ടു മുമ്പ് മരിച്ചുപോയ ആളുകൾ, ചിലർ പറയും അവർ ഭയങ്കര ഭക്തനായിരുന്നു, അവർ നല്ല മനുഷ്യനാണ്, അവർ സ്വർഗത്തിലാണെന്ന് ഉറപ്പാണെന്നൊക്കെ. ഒരു രേഖയില്ല, ഒരു ഉറപ്പില്ല. ഒരാളെപ്പറ്റി നമുക്ക് സ്വർഗത്തിലാണ് നരകത്തിലാണെന്ന് പറയേണ്ട ഡ്യൂട്ടിയും നമ്മൾ ഏൽപ്പിച്ചിട്ടുമില്ല. പക്ഷേ ഇത് ഉറപ്പായി സർട്ടിഫിക്കറ്റാണ്. അവരെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹിനെ കുറിച്ച് അവരും തൃപ്തി അടഞ്ഞിരിക്കുന്നു. താഴ്വാരത്തിലൂടെ അരുവിലൊഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദാ, എന്നെന്നും എന്നെന്നും ശാശ്വതമായി അവർ സ്വർഗത്തിലായിരിക്കും. ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് വലിയ ഭാഗ്യം. അള്ളാഹു അവരോടൊപ്പം നമ്മളെ ഈ കൂട്ടിച്ചേർക്കുമാറാകട്ടെ. ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? നബിയിൽ വിശ്വസിച്ചുകൊണ്ട് നബിയോടൊപ്പം നിന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ്, അങ്ങനെ തുടരെയുള്ള പ്രമുഖരായ സഹാബികൾ. അവര് സഹാബികൾ മാത്രമല്ല, സിദ്ദീഖീങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തി കൂടെ നിന്നവർ മാത്രമല്ല അവർ മുഹാജിറുകളായിരുന്നു. അവരിൽ പലരും ശുഹദാക്കളായിരുന്നു. ഉമർ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ അലി ഇബ്നു അബീ താലിബ് ശുഹദാക്കളിൽപ്പെട്ട ആളാണ്. അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഗുണമൊത്തതാണ് അവരെ. സാന്ദർഭികമായ ഒരു കാര്യം ഗൗരവത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഈ കേട്ടവരെ പറ്റി എന്താ പറയുന്നത്? ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞതിൽ അവരുണ്ടല്ലോ. ആദ്യം വിശ്വസിച്ചവർ അവരൊക്കെ തന്നെ. അപ്പൊ ഒരു ഗുണം കിട്ടിയവർക്ക്, അള്ളാഹ് അനുഗ്രഹിച്ചവരെന്ന ഗുണം. അതിലും അവരുണ്ട്. നബിയിൽ വിശ്വസിച്ച് നബിയുടെ കൂടെ ഉറച്ചു നിന്നവർ. ഈ പറയപ്പെട്ട മൂന്നാളും, ഉമർ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ്, കൂടാതെ ഇഷ്ടം പോലെ സഹാബിമാർ ശുഹദാക്കന്മാരിൽപ്പെട്ടതാണ്. സാലിഹീങ്ങളുടെ ഇമാമുമാരായിരുന്നു അവർ. എല്ലാ ഗുണങ്ങളും അവരിൽ ഒത്തിട്ടുണ്ട്. അവരെ കുറിച്ചാണ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കുക, അവരെ മോശമാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് ഒരു പുറത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ മോശമായി പറയുന്നവർ, ഉമർ ഖത്താബിനെ മോശമായി പറയുന്നവർ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ മോശമായി പറയുന്നവർ, ആ മോശമായി പറയുന്നവരെ നമ്മുടെ കേരളത്തിലെ പലരും അവരാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുമ്പോ വളരെ അപകടത്തിലേക്കാണ് അവർ പോകുന്നത്. നിസ്സാര കാര്യമല്ല, നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെയുള്ള ചിലർ ആ ഷിയാക്കളെ, അബൂബക്കർ സിദ്ദീഖിനെ കുറ്റം പറയുന്ന, തെറി പറയുന്ന, ശപിക്കുന്ന, അല്ലാഹു റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോ അവര് ശപിക്കുന്നു അബൂബക്കർ സിദ്ദീഖിനെ. ചില്ലറ വിഷയമല്ല. അവരെന്നും സ്വർഗത്തിലാണെന്ന് പറയുമ്പോ അവര് ഫിന്നാർ, അവര് അബൂബക്കർ നരകത്തിലാണ്, ഉമർ നരകത്തിലാണ്, ഉസ്മാൻ നരകത്തിലാണെന്ന് അവിടുത്തെ ഷിയാ പണ്ഡിതന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹു പറയുന്നു അവരെന്നും സ്വർഗത്തിലാണ്. ഏതാ നമുക്ക് എടുക്കേണ്ടത്? അപ്പൊ ആ പറയുന്നവർ ഇസ്ലാമീന്ന് പുറത്താണ്, മുസ്ലിം അല്ല. അവരാണ് ഇസ്ലാമിന്റെ കട്ടാണ്. നമ്മുടെ കൂടെയുള്ള ചില ആളുകൾ കേരളത്തിലുള്ളവർ പറയുമ്പോ വേർതിരിച്ച് മനസ്സിലാക്കിക്കൊന്നെങ്കിൽ അള്ളൊരു അവസരം തന്നിട്ടേ ആളുകളെ പറ്റി പഠിക്കാൻ അവസരം തന്നിട്ട് കണ്ണും പൂട്ടി കാതും പൂട്ടി ഇങ്ങനെ നടക്കണ്ട. എത്ര ദീനിന്റെ കട്ടാന്ന് പറഞ്ഞാലും വളരെ പ്രകടമാണ്. കാരണം റളിയല്ലാഹു അൻഹു അല്ലാഹു പറഞ്ഞതാണ്, ഞാനോ നിങ്ങളോ നാട്ടുകാർ പറഞ്ഞതല്ല. അവരെ പറ്റി റബ്ബ് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത്. ആ റബ്ബ് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞവരെ അവര് കള്ളന്മാരാണ്,
മുർത്തദ്ദുകളാണ്, കാഫിറുകളാണെന്നാണ് ഇറാനിലെ ഷിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇറാനാണ് ഇസ്ലാമിന്റെ കട്ടാന്ന് ഇവിടെ ഉള്ള ചിലർ പറയുന്നു. വേർതിരിച്ച് മനസ്സിലാക്കിയത് കാര്യങ്ങൾ. ഇതേ പ്രിയപ്പെട്ടവരെ, ഈ അള്ളാഹ് അനുഗ്രഹിച്ചവരെ പറ്റി ഇനിയും അള്ളാഹ് പറയുന്നുണ്ട് മറിയമിൽ. നോക്കൂ നിങ്ങൾ, ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. അമ്പിയാക്കളുടെയും അവരിൽ വിശ്വസ്തരുടെയും വിശദീകരണം നൽകിയിട്ട് അള്ളാഹ് പറയാണ്. ആദ്യം നിങ്ങൾ കേട്ടത് സൂറത്ത് നിസായിലെയാണ്. ഇത് മറിയമില 58-ാമത്തെ ആയത്ത്. അവരെയാണ് അള്ളാഹു അനുഗ്രഹിച്ചത്. മിനൻ നബിയ്യീൻ, നബിമാർ. വമിൻ ദുർരിയത്തി ആദം, ആദം നബിയുടെ സന്തതികൾ. വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ, നൂഹ് നബിയോടൊപ്പം കപ്പലിൽ വഹിച്ചവർ. വമിൻ ദുർരിയത്തി ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെ സന്തതി പരമ്പരകൾ. വഇസ്രാഈൽ, യാക്കൂബ് നബിയുടെ സന്തതി പരമ്പരകൾ. വമിമ്മൻ ഹദൈനാ, നാം വഴി കാണിച്ചവരും. വജ്തബൈനാ, നാം തെരഞ്ഞെടുത്തവരും. ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാൻ, പരമകാരുണ്യന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ഖറൂ സുജദൻ വബുക്കിയ, അവര് കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴും. അള്ളാന്റെ ആയത്ത് കേട്ടാൽ അള്ളാഹ് അനുഗ്രഹിച്ച ആ മനുഷ്യന്മാരുടെ എങ്ങനെ കരയ. ആയത്ത് കേൾക്കുമ്പോ ആയത്ത് എന്താണെന്ന് അറിയണം. ഖുർആൻ പഠിച്ചവർക്കേ പറ്റുള്ളൂ. ഖുർആന്റെ അർത്ഥം പഠിക്കുന്നല്ല ഇതിന്റെ അർത്ഥം. ആയത്ത് കേട്ടാൽ എങ്ങനെ വീഴുക, എങ്ങനെ കരച്ചിൽ വരും, എങ്ങനെ സുജൂദിൽ വീഴും. ശീലം കൊണ്ട് നമ്മൾ സുജൂദിന്റെ കുറച്ച് ആയത്തുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ റബ്ബിന്റെ ആയത്തുകളെ ആശയം പൊരുൾ മനസ്സിലാവുമ്പോൾ അവരെ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴും. അതിൽ അള്ളാഹ് പറഞ്ഞതാണ് ആദമിന്റെ മക്കൾ, അവരിൽ ഉണ്ടായിരുന്ന അങ്ങനത്തെ ഒരു നൂഹ് നബി അലൈഹിസ്സലാമയോടൊപ്പം കപ്പലിൽ അള്ളാഹു വഹിച്ചവർ, അവരിലും ഉണ്ടായിരുന്നത് ഇബ്രാഹിം നബിയുടെ സന്തതി പരമ്പരകൾ. കണ്ടാ, നമ്മൾ അള്ളാഹ് അനുഗ്രഹിച്ചവരെ പറ്റി തന്നെയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതെന്ന് അർത്ഥം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പറ്റിയാണല്ലോ പറഞ്ഞത്. അള്ളാഹ് അനുഗ്രഹിച്ച ആളെ പറ്റി ഈ വിഷയവുമായി ചേർന്ന് വരുന്നത് നോക്കി നിങ്ങൾ. നമ്മൾ ഇന്ന് പറയുന്ന ഫാത്തിഹയിലെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന ആശയവുമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പറ്റി അള്ളാഹ് പറയാണ് വമിൻ ദുർരിയത്തി ഇബ്രാഹിം, ഇബ്രാഹിമും ഇബ്രാഹിമിന്റെ ദുരിയത്തിലുമാണ് ആ അനുഗ്രഹം കിട്ടിയവരുള്ളത്. ഇസ്രായീൽ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാം. വമിമ്മൻ ഹദൈനാ, നമ്മൾ ഹിദായത്ത് കൊടുത്തവർ. വജ്തബൈനാ, തെരഞ്ഞെടുത്തവർ. അവരുടെ ഗുണം ഇദാ തുത്ലാ അലൈഹിം ആയാത്തുർ റഹ്മാൻ, പരമകാരുണ്യന്റെ ആയാത്തുള്ളാന്നല്ല അവിടെ പറഞ്ഞത്. അള്ളാഹുടെ ആയത്തൊന്നല്ല, ആയാത്തുർ റഹ്മാൻ, കാരുണ്യവും പരമകാരുണ്യകനായ റബ്ബിന്റെ ആയത്തുകൾ കേട്ടാൽ അവര് കരഞ്ഞുകൊണ്ട് അവര് സുജൂദിൽ വീഴും. പക്ഷേ പാരമ്പര്യം പറയുന്ന നമ്മൾ പിന്നോട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ട് പോയപ്പോൾ ഒരു സമൂഹത്തെക്കുറിച്ച് അള്ളാഹ് പറയുന്നു, അവർക്ക് പിൻഗാമികളായി ചില ആളുകൾ വന്നു. ഒന്നാമത്തെ ഗുണം ഓക്കെ, അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ പേരൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നു പിന്നാലെ പിൻഗാമികളായി ചില ആളുകൾ വന്നു. അല്ലാഹു നമസ്കാരം പോലും പാഴാക്കി കളഞ്ഞവർ, ഇച്ഛകളെ പിൻപറ്റുന്നവർ. ആ വഴിവിളക്കലിന്റെ പാപം അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിന്റെ പ്രതിഫലം, അതിന്റെ ഫലം അവർ കണ്ടെത്തും. അല്ലാഹു ആ പിഴച്ചവരിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവരെ ഒന്നാമത്തെ ഗുണം പറഞ്ഞെന്താണ്? നമസ്കാരം ഇങ്ങോട്ട് പാഴാക്കി കളയുന്നു. നമസ്കാരം എങ്ങനെ പാഴാവുക?
ആദ്യത്തെ പാഴാലും നമുക്കറിയാം, നിസ്കരിക്കാതിരിക്കുക എന്നതാണ്. ഒരു പ്രശ്നം നമുക്ക് തോന്നുന്നുണ്ട് സഹോദരങ്ങളെ, നമ്മളെ വീട്ടിലുണ്ടാവില്ല നിസ്കരിക്കാത്തത്. കാഫിറെ മുസ്ലിമായ നമ്മുടെ വീട്ടിൽ കാഫിര്യങ്ങൾ പാർക്കുണ്ടെന്ന്. പച്ച കാഫിറെ ചിലപ്പോ ഭാര്യയുടെ സ്വഭാവത്തിലാവും. നിസ്കരിക്കാത്ത ഭാര്യയാണെങ്കിൽ കാഫിറാണ്. നിസ്കരിക്കാത്ത മകനോ മകളോ കാഫിരീങ്ങളാണ്. സംശയിക്കൊന്നും വേണ്ട, വാണ്ടസിൽ പറഞ്ഞതാണ്. ബൈനൽ അബ്ദി വബൈനൽ കുഫരി തർക്കുസ്സലാത്ത്. ഒരാൾ മുസ്ലിമാണോ കാഫിറാണോ എന്നറിയാനുള്ളത് നമസ്കാരം, നിർബന്ധ നിസ്കാരം ഉപേക്ഷിക്കലാണ്. മൻ തറക്കസ്സലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫറ. അല്ലാഹുവിന്റെ റസൂൽ പറയാം, മനഃപൂർവ്വം ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ്. എൻ്റെ വക പറഞ്ഞതല്ല കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. പ്രശ്നം നമുക്ക് നമ്മുടെ കൂട്ടുകാരിലില്ലേ, ബന്ധുക്കളില്ലേ, അയൽവാസികളില്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ലേ? നമ്മുടെ മകൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ പുതിയാപ്പള്ളം പറ്റി എന്താ നമ്മൾ നോക്കാറ്? നല്ല ശമ്പളമുണ്ടോ, ഫാമിലി സ്റ്റാറ്റസ് ഉള്ള വിസയാണോ, അല്ലേ, നിസ്കരിക്കുന്നവനാണോ എന്ന് അന്വേഷിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മകനെ പെണ്ണന്വേഷിക്കുമ്പോൾ ആ പെണ്ണ് ദീനുള്ള പെണ്ണാണോ, കാഫിരിച്ചിയാണോ മുസ്ലിം ഇച്ചിയാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടാ? നമുക്കൊരു വിഷയമാവാ. അള്ളാഹ് പറയാ, പിന്നാലെ വന്നവർ, അള്ളാഹ് അനുഗ്രഹിച്ചവർ ഇങ്ങനെയായിരുന്നു. അതിൻ്റെ പിന്നാലെ വന്നവർ സ്വന്തം ഇച്ഛക്കനുസരിച്ച് അള്ളാഹുടെ നിയമം നോക്കിയില്ല, റസൂലുള്ളാഹിയുടെ ചര്യ പഠിച്ചില്ല, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അവർ ജീവിച്ചു. അവരതിൻ്റെ ബലം കൊയ്യുക തന്നെ ചെയ്യും. അള്ളാഹു അത്തരം പിഴച്ചവരില്ലെന്ന് നമ്മളെ കാത്തുരക്ഷിക്കുകയും അള്ളാഹു അനുഗ്രഹിച്ചവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, അള്ളാഹ് അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ വിശദീകരിച്ചത് കഴിഞ്ഞ ആഴ്ചകളിൽ ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബിയെ പറ്റി അള്ളാഹ് പറയുന്ന ഒരു ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ കാനിത്തൻ ലില്ലാഹ് ഹനീഫൻ. നിശ്ചയമായും ഇബ്രാഹിം നബി ഒരു സംഘമായിരുന്നു, ഒരു സമൂഹമായിരുന്നു. കാനിത്തൻ ലില്ലാഹ്, അള്ളാഹുവിന് സമ്പൂർണമായും കീഴൊതുങ്ങിയ ഒരു സമൂഹമായിരുന്നു. ഹനീഫൻ, ഋജുമനസ്കനായിരുന്നു. കളങ്കമോ കലർപ്പോ ഇല്ലാത്ത നേർക്ക് നേരെ ശുദ്ധഗതിയിൽ അള്ളാഹുവിൽ ദൃഢവിശ്വാസം വന്ന ഹനീഫായ മനുഷ്യനായിരുന്നു. വലം യക്കുമിനൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല ഇബ്രാഹിം. പിന്നെന്താ, ഷാക്കിറൻ ലി അൻഉമിഹി, അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കുന്നവനായിരുന്നു. ഇജ്തബാഹു, അതുകൊണ്ട് ഇബ്രാഹിമിനെ അള്ളാഹ് തെരഞ്ഞെടുത്തു. വഹദാഹു, ഇബ്രാഹിം നബിക്ക് ഹിദായത്ത് നൽകി. ഇലാ സിറാത്തിൻ മുസ്തഖീം, ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ വഴിയിലേക്ക് ഇബ്രാഹിമിനെ നാം മാർഗദർശനം നൽകി. നാം അവരോട് ചോദിച്ചത് അതല്ലേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ഈമാൻ എന്തായിരുന്നു, വിശ്വാസം എന്തായിരുന്നു, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് തൗഹീദിൽ എങ്ങനെ അടിയുറച്ചു നിന്നു, ശിർക്കിനോട് എങ്ങനെ പൊരുതി, ശിർക്കിൻ്റെ ആളുകളോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു. പെരുന്നാൾ ഖുത്ബയിൽ നിങ്ങൾ കേട്ടതാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന കാലത്തോളം ഞാനും നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ഇബ്രാഹിം നബി പറഞ്ഞത്. നമുക്ക് ഭയങ്കര ബന്ധമാണ്, നമ്മളെ ഉമ്മത്തല്ലേ എന്ന് പറഞ്ഞു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരോട്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരോട് എന്താ ഇബ്രാഹിം നബി പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞത്
ഞങ്ങൾ ഇന്നും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാട്ടാം. ഒയ്മാതൂനമിന്തൂനില്ല, നിങ്ങൾ അള്ളാഹിന് പുറമുള്ളവരൊക്കെ വിളിക്കണം പ്രാർത്ഥിക്കണില്ലേ, അതിന്നും ഞങ്ങൾ ഒഴിവാ. ഗഫർനാബിക്കും, നിങ്ങളെ ഞങ്ങൾ നിരാകരിക്കുന്നു. ന്യൂനപക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൂടെ ഉള്ളവരും ചെറിയ സംഘം, നാട്ടുകാർ മുഴുവനും അപ്പുറത്ത്. ആ ചെറിയ സംഘം വലിയ സംഘത്തെ നിരാകരിക്കുന്നു. വലിയ സംഘം ചെറിയ സംഘത്തെ നിരാകരിക്കാറുണ്ട്. ഇതല്ല. എന്നിട്ട് എന്താ പറഞ്ഞേ ഇബ്രാഹിം നബി? അള്ളാഹ് പറഞ്ഞത് നമുക്കിടയിൽ യാതൊരു സൗഹൃദം ഉണ്ടാവൂല, വിദ്വേഷവും ശത്രുതയും മാത്രമേ ഉള്ളൂ നമുക്കിടയിൽ. ശിർക്ക് ചെയ്യുന്നവരോട്, അല്ലാത്തവരെ വിളിച്ചു തേടുന്നവരോട്, ജാറം ഖബർ മക്ബറയിലൊക്കെ പോകുന്നവരോട് പറയാണ്, നമുക്ക് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ, അല്ലാഹുവിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ നാം തമ്മിൽ യാതൊരു സൗഹൃദവുമില്ല. ഇബ്രാഹിം നബിയുടെ മാർഗം അതാണ്, അത് നിങ്ങൾക്ക് മാതൃകയാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇബ്രാഹിം നബിയാണ് സിറാത്തുൽ മുസ്തഖീമിലെന്ന് അള്ളാഹ് പ്രഖ്യാപിച്ചിരിക്കെ ആ മാർഗം തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ ആ മില്ലത്ത്, ആ മാർഗം ശരിക്ക് പഠിക്കണം. ആ മില്ലത്താണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ആ മില്ലത്തിലാണ് നേരത്തെ പറഞ്ഞ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരൊക്കെ ജീവിച്ചത്. ആ മാർഗമാണ് നമ്മുടെ രക്ഷയുടെ മാർഗം. പിൽക്കാലത്ത് വന്ന ഏതോ പണ്ഡിതനോ ഏതോ ഇമാമോ ഏതോ ശൈഖോ അല്ല നമ്മുടെ മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചര്യ നോക്കിക്കണ്ടു പഠിച്ച സഹാബത്തിൻ്റെയും മാതൃകയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിലുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.